കേരളത്തിൽ വൻതോതിൽ ന്യൂനപക്ഷ ഏകീകരണം നടന്നുവെന്ന് CPI ദേശീയ കൌൺസിൽ. BJP അകറ്റി നിർത്താൻ ജനം UDF-ന് വോട്ട് ചെയ്തു. LDF വന്നാൽ BJP കൂടുതൽ ഇടത്ത് ജയിച്ചേക്കാമെന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ തോന്നലുണ്ടാക്കി. ന്യൂനപക്ഷ വോട്ടുകൾ വൻതോതിൽ മറിഞ്ഞുവെന്നാണ് വിലയിരുത്തൽ. വൈക്കം ചിറയൻകീഴ് തോൽവികൾ അപ്രതീക്ഷിതമാണ് എന്നും വിലയിരുത്തുന്നു. CPI കോട്ടകളിലെ തോൽവി വിശദമായി പഠിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. YS അഭിനന്ദ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ, ഇപ്പോ ഏതെങ്കിലും ഒരു സാമുദായിക ഏകീകരണം കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റിസൾട്ട് അല്ല കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാലും CPI അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിന് ന്യായീകരണമായി പറയുന്നത് എന്താണ്? മഞ്ചേശ്വരം മുതൽ മലപ്പുറത്തേക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തോൽവിയാണ് CPIയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. നാദാപുരം എന്ന കോട്ട ഇളകിത്തറ വീണു. മുസ്ലിം വോട്ടുകൾ, ഒപ്പം തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ വൻതോതിൽ ഏകീകരിച്ചതാണ് ഇത്തരത്തിലേക്കുള്ള ഒരു പരാജയത്തിലേക്ക് എത്തിയതെന്നാണ് CPI അടിയുറച്ച് വിശ്വസിക്കുന്നത്. കാരണം ന്യൂനപക്ഷ ഏകീകരണം നടന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നത് ഇനി ഒരു തവണയും കൂടി LDF അധികാരത്തിലേക്ക് എത്തിയാൽ അത് BJPക്ക് വളർച്ച അത് കൂടുതൽ ശക്തമാകുമെന്ന് CPI തന്നെ കണക്ക് കൂട്ടുന്നു. BJP കേരളത്തിൽ വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ചേർന്ന് UDF വോട്ട് ചെയ്തതാണ് ഇത്ര വലിയൊരു തോൽവിയിലേക്ക് മുന്നണിയെ നയിച്ചത് എന്നാണ് CPI ദേശീയ കൌൺസിൽ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും CPIയുടെ ദേശീയ കൌൺസിൽ യോഗം പുരോഗമിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയായിരിക്കും CPI ദേശീയ കൌൺസിൽ അവസാനിക്കുകയും ചെയ്യുക. അതിനകത്ത് ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ തോൽവി CPIയെ സംബന്ധിച്ചിടത്തോളം അത് ചിറയൻകീഴിലെയും വൈക്കത്തെയുമാണ്. എങ്ങനെ വോട്ടുകൾ സ്പ്ലിറ്റായി പോയി, പാർട്ടി വോട്ടുകൾ പോലും കിട്ടിയില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ് CPI ദേശീയ കൌൺസിൽ യോഗം പിരിയുന്നത്. ഇതിന് പിന്നാലെ തന്നെ സംസ്ഥാന തലത്തിൽ ഒരു അഴിച്ചുപണിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ കൌൺസിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് യോഗങ്ങൾ, ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തന്നെ പങ്കെടുത്ത് ചേരുവാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഓരോ യോഗത്തിലും പങ്കെടുത്ത് എവിടെയാണ് പാഴ്ച പറ്റിയെന്നടക്കം വിലയിരുത്തും. എന്തായാലും വലിയ തോതിലുള്ള ഒരു കൺസോളിഡേഷൻ നടന്നു. അത് UDF-നെ അധികാരത്തിലെത്തിച്ചത് താമരയ്ക്ക് വോട്ട് ചെയ്യാതെ UDF-നെ അധികാരത്തിലെത്തിച്ചത് ഒരു മതനിരപേക്ഷ സമൂഹം ആഗ്രഹിക്കുന്നത് കൊണ്ടാണെന്നുള്ള വിലയിരുത്തൽ പറയുമ്പോഴും വലിയ തോൽവി അത് ഉണ്ടായി എന്ന് സമ്മതിക്കുകയാണ് CPI ദേശീയ കൌൺസിൽ. മാധു, YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂനപക്ഷ ഏകീകരണം വലിയ തോതിൽ ഉണ്ടായിരിക്കുന്നു. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി ഉണ്ടായതിന് കാരണം അതാകാമെന്ന വിലയിരുത്തലിലേക്ക് CPI എത്തുന്നു. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.